الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. الذي جعل لكم من الشجر الأخضر نارا, പച്ച മരത്തിൽ നിന്നാണ് അല്ലാഹു തീയിനെ ഉണ്ടാക്കിയത് എന്ന് അല്ലാഹു അവന്റെ ഖുർആനിൽ സൂറത്ത് യാസീനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ, തീയുണ്ടായത് പച്ച മരത്തിൽ നിന്നാണ്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ, പച്ച മരത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തീയിനെ സൃഷ്ടിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്, വലിയ പാഠമായിട്ടാണ് അല്ലാഹു നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. തീ മരങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അതേ ഉരസലുകൾ ഉണ്ടാകുന്നു, ആ ഉരസലുകളിൽ തീപ്പൊരികൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് വലിയ വലിയ കാടുകൾ കത്തുന്നത്. പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രമേ കാടുകൾ കത്താറുള്ളൂ, വളരെ അപൂർവമായിട്ട് മാത്രമേ മരങ്ങൾ കത്താറുള്ളൂ. ആ മരത്തിൽ അതേ പച്ചത്തണ്ടുകളുണ്ട്, മരത്തിൽ വെള്ളമുണ്ട്, മരത്തിൽ തീയുണ്ട്, മരത്തിൽ വിറകുകളുണ്ട്. എല്ലാം അതേ ഒരു ആവശ്യമായി കത്താൻ ആവശ്യമായ എല്ലാം ആ മരത്തിലുണ്ട്. മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. പക്ഷേ എന്നിട്ടും മരം ഒരുപാട് കാലമായി കാടുകളിൽ മരം ഇങ്ങനെ നിലനിൽക്കുകയാണ്. നമ്മുടെ നാടുകളിൽ മരങ്ങൾ പരസ്പരം അതേ കോർത്ത് നിൽക്കുകയാണ്, പരസ്പരം ഇഴകിച്ചേർന്ന് നിൽക്കുകയാണ്, പരസ്പരം മുട്ടി നിൽക്കുകയാണ്, പരസ്പരം ഉരുമ്മി നിൽക്കുകയാണ്. എന്താണിത് പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഗത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വർഗം എന്ന് പറയുന്നത് മനുഷ്യന്മാരായ നമ്മളാണ്. ആ നമ്മൾ പരസ്പരം ഉരസാൻ പാടില്ല, പരസ്പരം തീപ്പൊരികളാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരത്തിൽ നിന്നാണ് തീനെ പടച്ചത് എങ്കിലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യന്മാരായ നമ്മൾ പരസ്പരം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ ജീവിക്കേണ്ടവരാണ്. മനുഷ്യന്മാർക്കിടയിൽ പരസ്പരം വൈരാഗ്യങ്ങൾ ഉണ്ടാകരുത്, വിദ്വേഷങ്ങൾ ഉണ്ടാകരുത്, വെറുപ്പുകൾ ഉണ്ടാകരുത്. മനുഷ്യൻ എന്ന പരിഗണന എല്ലാവർക്കും വകവെച്ച് കൊടുക്കേണ്ടതാണ്. മനുഷ്യനെ പരിഗണിക്കണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ആ മനുഷ്യത്വത്തിന് പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. ഒരു മനുഷ്യൻ ഉയർന്നാൽ അവന്റെ ഉയർച്ചയും അവന്റെ പദവികളും മലക്കിനോളം എത്താൻ കഴിയും. പക്ഷേ ഒരു മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ മൃഗത്തിനേക്കാളും അധപ്പതിച്ചവനായി മനുഷ്യൻ മാറുന്ന പുതിയ കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുവാനും സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഒരു മൂന്നാം കേരള യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അല്ലാഹുവേ, ഉസ്താദിന്റെ ദൗത്യം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഉസ്താദിന് വേണമെങ്കിൽ അവിടെ വിശ്രമിക്കാം. പ്രായാധിക്യമായ സമയമാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യം ഉസ്താദിനുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ നിർബന്ധമായും ഈ ഭൗതികമായ ലോകത്ത്, ഈ രാജ്യത്ത്, ഈ പവിത്രമായ ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു പവിത്രമായ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പണ്ഡിതൻ, ഒരു ആലിം എന്ന നിലക്ക് ആ മഹാദൗത്യം ഉസ്താദ് അവറുകൾ നിർവഹിക്കുകയാണ്. 2 കേരള യാത്രകളും നമ്മൾ കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾ രചിച്ച മഹോന്നതമായ യാത്രകളായിരുന്നു ഉസ്താദിന്റെ യാത്രകൾ. 3ാം കേരള യാത്രക്ക് വേണ്ടി ഉസ്താദ് ഒരുങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റന്നാള് 1-ാം തീയതി
കാസർഗോഡ് ചെറുക്കളയിൽ നിന്ന് ഉസ്താദ് അവറുകൾ ആ യാത്ര ആരംഭിച്ച് 16-ാം തീയതി തിരുവനന്തപുരത്ത് ഉസ്താദിന്റെ കേരള യാത്ര അവസാനിക്കുമ്പോ മനുഷ്യർക്കൊപ്പം എന്ന മഹിതമായ വലിയ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഉസ്താദ് അവറുകൾ ആ യാത്ര ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഐതിഹാസികമായ കേരള യാത്ര അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അതിൽ പങ്കെടുക്കാനും അതിൽ ഭാഗവാക്കാകുവാനും ആ മഹത്തായ ദൗത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ 2-ാം തീയതിയും അതുപോലെ തന്നെ നാദാപുരത്ത് 3-ാം തീയതിയും ആ യാത്ര എത്തിച്ചേരുകയാണ്. എല്ലാ പുരുഷന്മാരും എല്ലാവരും ആ യാത്രയിൽ ഭാഗവാക്കാകണം. കാരണം നമുക്കിവിടെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥകൾ നമ്മൾ കണ്ടതാണ്. ഇപ്രാവശ്യം ക്രിസ്തീയ സഹോദരന്മാർ അവരേറ്റവും പാവനമായി കാണുന്ന അവരുടെ ക്രിസ്തീയ ആഘോഷം പോലും അവർക്ക് കൃത്യമായി ആഘോഷിക്കുവാൻ ഈ രാജ്യത്ത് അവർക്ക് അവകാശമുണ്ടതിന്, പക്ഷേ അതിന് സാധിച്ചില്ല. ആ ആഘോഷ പരിപാടികളിൽ ആരൊക്കെയോ കയറി വരുന്നു, അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ തകർത്തു കളയുന്നു. അങ്ങനെ രാജ്യത്ത് അരാജകത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു മഹാപണ്ഡിതൻ തന്റെ 90-ാമത്തെ വയസ്സിലും ആ മഹത്തായ ദൗത്യം നിർവഹിക്കുമ്പോൾ ആ ദൗത്യത്തെ നമ്മളെല്ലാവരും മനസ്സാ വാചാ കർമ്മണ ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്നാണ് എല്ലാ മുത്തുമൂമിനീങ്ങളോടും മുത്തുമൂമിനാത്തുകളോടും നമുക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ സംസാരമൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. പ്രതിനിധിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. മനുഷ്യനെ അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചു. മാത്രമല്ല മറ്റു മൃഗങ്ങളെയൊക്കെ അങ്ങനെയല്ല, മറ്റു ജീവികൾ അങ്ങനെയല്ല. മനുഷ്യൻ അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചു. ഏറ്റവും മനോഹരമായ രൂപം അള്ളാഹു മനുഷ്യന് നൽകി. മനുഷ്യനെ അള്ളാഹു ആദരിച്ചു. അതോടൊപ്പം തന്നെ മനുഷ്യന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു. മനുഷ്യന് അള്ളാഹു വലിയ അറിവ് നൽകി. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. അസാധാരണ മനുഷ്യനായി ആ മനുഷ്യന്മാരിൽ നിന്ന് ഒരാളെ അള്ളാഹു തെരഞ്ഞെടുത്തു. പ്രധാനമായും ഒരാളെ തെരഞ്ഞെടുത്തു. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഇൻസാൻ എന്ന പേരിൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേ മനുഷ്യരെ ആക്രമിക്കരുത് എന്ന് അള്ളാഹു നമ്മളോട് ഉദ്ഘോഷിക്കുകയുണ്ടായി. മനുഷ്യനെ കൊല്ലരുത് എന്ന് അള്ളാഹു നമ്മളോട് പറയുകയുണ്ടായി. മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ സ്വത്ത്, മനുഷ്യന്റെ അഭിമാനം അതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യർക്കൊപ്പമാണ് നമ്മള്. ഇവിടെ മനുഷ്യനെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി ആളുകൾ ഒരുമിച്ച് കൂടി കൊന്നുകളയുകയാണ്. ഒരു അമുസ്ലിമായ ഒരു സഹോദരിയെ അതേ യമനിൽ നിന്ന് കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോ, നിയമപ്രകാരം വധിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആ മുസ്ലിമായ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആ സഹോദരിക്ക് മരണത്തിൽ നിന്ന് രക്ഷയേകിയ മഹാപണ്ഡിതനാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ എപി ഉസ്താദ് അവറുകളെ. മാഷാ അല്ലാഹ്, 5 മാസമായി ആ സഹോദരി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇനി ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കയ്യിലാണ്. ഏതായിരുന്നാലും പറയട്ടെ, രാജ്യത്ത് മനുഷ്യന്മാർ പരസ്പരം സ്നേഹത്തോടെ, അവരിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും മനുഷ്യനെന്ന പരിഗണന എല്ലാവർക്കും കൊടുക്കണം. ജൂതനായ ഒരു മനുഷ്യന്റെ ജനാസ മുന്നിലൂടെ കൊണ്ടുപോയപ്പോ ഇരുന്ന സ്വഹാബത്തിനോടും അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് എഴുന്നേറ്റ് നിന്ന് ആ ജൂതന്റെ ജനാസയാണ്, മരണപ്പെട്ട ശരീരമാണ്, അതിനോട് നമുക്ക് ബഹുമാനമുണ്ടാകണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച ലോകത്ത് ഏറ്റവും വലിയ മാനവികത പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് നാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാകണം. ആ മനുഷ്യന്മാരാകുന്നതിന് വേണ്ടിയുള്ള ഉസ്താദിന്റെ മഹാപ്രയാണം അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ റഹ്മാനെ, നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ.
അതിലെല്ലാം പങ്കെടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.